ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പെണ്ണിന്റെ കണ്ണുനീരിലൂടെ നേടിയ ഊർജത്തിലാണ് അയാൾ പദവിയുടെ പടവുകൾ കയറിയത്. പ്രസ്ഥാനത്തിന്റെ മേൽവിലാസത്തിലാണ് അയാൾ സ്ത്രീകൾക്ക് കെണിയൊരുക്കിയത്. ചിരിച്ചുകൊണ്ട് അടുത്തുകൂടി പെണ്ണിന്റെ ചോരയൂറ്റുന്ന തന്ത്രം കേട്ട 3 പരാതികളിലും ഒരുപോലെയാണ്. കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കി മുഖം നോക്കാതെ ചാടി വീണ് ആക്രമിക്കലാണ് ഇയാളുടെ പതിവ് ശൈലി. കുഞ്ഞിനെ വേണമെന്നതാണ് ഇയാളുടെ പൊതുമന്ത്രം. ഒരു തവണ കെണിയിൽ വീണവർ വീണ്ടും വീഴുമോ എന്ന ചോദ്യമുന്നയിക്കുന്ന കുലവാദികൾ ഇയാൾക്കെതിരായ പരാതികൾ വായിക്കേണ്ടതുണ്ട്. മുറിഞ്ഞ മനസ്സും മുറിഞ്ഞ ശരീരവുമായി മടങ്ങുന്നവളെ വീണ്ടും കാൽച്ചുവട്ടിലെത്തിക്കാൻ ഭീഷണിയാണ് തന്ത്രം. പ്രണയമോ ഭീഷണിയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ടും ചേർന്നുള്ളൊരു തന്ത്രം. 3-ാം പരാതിക്കാരി വിദേശത്തായതിനാൽ വില കൂടിയ സമ്മാനങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു. ദുരന്തബാധിതർക്കായ പദ്ധതിയും അയാളുടെ പദ്ധതിയോട് ചേർത്തുവച്ചു. ആദ്യ പരാതിയിൽ വഴുതി പുറത്തുചാടി ഉത്സവപ്പറമ്പിലും അമ്പലപ്പറമ്പിലുമൊക്കെ വെളുക്കെ ചിരിച്ചെത്തിയ പ്രതിയെ ചേർത്ത് നിർത്തിയവരിൽ ആണും പെണ്ണുമുണ്ട്. 1ഉം 2ഉം പരാതികളിൽ ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യം തരമാക്കിയപ്പോൾ 3-ാം പരാതിയിൽ ഇരുചെവിയറിയാതെ പ്രതിക്ക് കെണിയൊരുക്കിയത് പെണ്ണൊരുത്തി പൂങ്കുഴലിയാണ്. 3-ാം പരാതിയിൽ കടും കെട്ടുണ്ട്. ഗർഭതന്ത്രം പതിവാക്കിയ പ്രതിയെ കുരുക്കാൻ ഭ്രൂണഭാഗം സൂക്ഷിച്ചിട്ടുണ്ട് പരാതിക്കാരി. 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇയാളെ തിരഞ്ഞെടുത്തവർ ഇന്ന് തലയിൽ കൈവയ്ക്കുന്നുണ്ട്. 1-ൽ പിഴച്ചാൽ 3ആണല്ലോ. 3-ാം പരാതിയിൽ അയാൾ ജയിലിൽ 3-ാം നമ്പർ അഴിക്കുള്ളിലാണ്. വഞ്ചിക്കപ്പെട്ട പാർട്ടി പടിയടച്ച പിണ്ടം വെച്ചു കഴിഞ്ഞു. കൊടിവച്ച കാറും സെല്യൂട്ടും ഇയാൾക്കിനി എന്തിനാണ്? സഭയുടെ പടവുകളിൽ കയറാനോ സഭയിൽ മിണ്ടാനോ ഇനി രാഹുൽ മാങ്കൂട്ടം അർഹനാണോ? അയോഗ്യനാക്കണ്ടേ എന്നതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പ്രതികരിച്ച യുവനടി റിനി ആൻ ജോർജ്, എഴുത്തുകാരി MA ഷഹനാസ്, VR അനൂപ് കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീംകോടതി അഭിഭാഷകൻ, സുഭാഷ് ബാബു റിട്ടയേർഡ് SP എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ സുഭാഷ് ബാബുവിലേക്കാണ് പോകുന്നത്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരത്തെ കേട്ട പരാതികൾ, നേരത്തെ കേസായ 2 പരാതികളിൽ നിന്നും ഏറ്റവും ഗൗരവമുള്ള ഒരു കേസായിട്ട് 3-ാമത്തെ കേസ് മാറുകയല്ലേ? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗമാണ് ആരോപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗർഭിണിയായി ഗർഭഛിദ്രം നടത്തുക, ഇതൊക്കെ ഏതാണ്ട് 2 കേസിൽ സമാനമായ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. 2ാമത്തെ കേസിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ ആരോപണം. എന്തായാലും ശരി, ഇതിനകത്ത് മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് ഇദ്ദേഹം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതിന് പ്രത്യേകിച്ച് നമുക്കൊരു വകുപ്പൊന്നും ഇടാൻ പറ്റില്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തി ഈ പണം കൊടുത്തു എന്ന് പരാതി ഉണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി അപഹരിച്ചു എന്നുള്ള രീതിയിൽ വകുപ്പെടുക്കാമെന്നല്ലാണ്ട് അതായത് ബലാത്സംഗവുമായിട്ട് അതിന് ബന്ധമൊന്നും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ബലാത്സംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 3 കേസിലുമുള്ള പ്രശ്നം, 2ാമത്തെ കേസിലില്ലെങ്കിൽ പോലും 2 കേസിലുള്ളത് പറഞ്ഞ് വിവാഹിതയാണ്. ആ വിവാഹിത പിന്നൊരാളെ വിവാഹം വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അപ്പോൾ തന്നെ പരാതി കൊടുക്കാത്തതുകൊണ്ട് ഉഭയകക്ഷിക സമ്മതപ്രകാരമാണെന്ന് നിഗമനത്തിലെത്താൻ പറ്റുന്ന സാഹചര്യമുള്ളത് കൊണ്ട് ഈ പ്രതിയായി നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് കോടതിയിൽ ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കേസിൽ ഒരു ഭീഷണിയുടെ ഭാഗം കൂടിയുണ്ടല്ലോ. ആദ്യത്തെ തവണത്തെ ബന്ധപ്പെടൽ തന്നെ എത്രത്തോളം ക്രൂരമായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതുകൂടാതെ അതിനുശേഷം പിന്നീട് വീണ്ടും അവരെ എങ്ങനെയാണ് അയാളുടെ അടുക്കലേക്ക് എത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മുൻ പരാതികളിൽ നിന്നും വ്യത്യസ്തമായ അതിൽ കുറച്ചുകൂടി വ്യക്തത, ഇതിലിപ്പോൾ അറസ്റ്റ് വന്നതുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തത വരുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അത് പറയുന്നു. ശ്രീ സുഭാഷ് ബാബു, ആ ഭീഷണിപ്പെടുത്തൽ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകില്ലേ കേസിൽ? ഉണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ട് അത് ബലാത്സംഗം എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ട് അതിന് തെളിവുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വരിക. അതേമാതിരി ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് വിവിധ വകുപ്പുകൾ അനുസരിച്ചിട്ട് ഏതായാലും 2024 മുമ്പ് നടന്ന കേസായതുകൊണ്ട് തീർച്ചയായിട്ടും IPC പ്രകാരമുള്ള കേസുകളായിരിക്കും ഇവർ എടുക്കാനുള്ള സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയാണ് എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പ്രകാരം കേസുകളൊക്കെ നിലനിൽക്കും. പക്ഷേ അവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇപ്പോൾ ഒരു 4ഓളം കേസുകളിൽ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമുണ്ട്. അങ്ങനെ വിവാഹിതയായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് ഉഭയകക്ഷി പ്രകാരമാണെങ്കിൽ റേപ്പിൻ്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ആനുകൂല്യം കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ
വീരവാദമൊക്കെ ഇറക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നത്. അതെന്തായാലും ശരി, അദ്ദേഹത്തിന് കോടതിയിൽ അത് സമർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് പോലീസ് അന്വേഷണത്തിന് അതൊന്നും ബാധകമല്ല. പോലീസ് അന്വേഷണത്തിന് പോലീസ് എന്താണ് വാചികമായിട്ടും രേഖാപരമായിട്ടും കിട്ടുന്ന തെളിവ്, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോവുകയും അതിൻ്റെ തെളിവ് ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുകയും അത് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക. അദ്ദേഹത്തിന് അറസ്റ്റ് അതുകൊണ്ടാണല്ലോ നടന്നത്. അറസ്റ്റ് ചെയ്യുകയും അത് ചാർജ് ഷീറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഭ്രൂണം സൂക്ഷിച്ചു, അത് സൂക്ഷിച്ചതിനെ സംബന്ധിച്ചുള്ള നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. എങ്ങനെ സൂക്ഷിച്ചു, ആധികാരിക എന്ത്, അതിന് ആര് സൂക്ഷിച്ചു, എങ്ങനെ സൂക്ഷിച്ചു, അത് ഏത് സാഹചര്യത്തിൽ വന്നു എന്നൊക്കെ വരുന്ന അവസരത്തിൽ കോടതിയിൽ അതിന് ദോഷകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ തന്നെയും അതുണ്ടെങ്കിൽ അത് DNA ടെസ്റ്റ് പ്രകാരം അത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് DNA ടെസ്റ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമാണ്. ഒന്നാമത് അവർ വിദേശത്ത് വെച്ചിട്ടാണ് ഈ ഭ്രൂണം സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ വരാം ശ്രീ സുഭാഷ് ബാബു. ശ്രീ VR അനൂപ്, കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലില്ല. പക്ഷെ ഇപ്പോഴും MLA ആയി തുടരുകയാണ്. പരാതി വന്നപ്പോൾ തന്നെ പരാതിയിൽ പോലീസ് കേസെടുക്കും മുമ്പ് പുറത്താക്കിയല്ലോ എന്നുള്ളത് കോൺഗ്രസിന്റെ നല്ലൊരു ന്യായമാണ്. പക്ഷേ MLA ആയി തുടരരുത് എന്ന ഉറച്ച ശബ്ദം നേതാക്കളിൽ നിന്ന് എന്തുകൊണ്ട് കേൾക്കുന്നില്ല അനൂപ്? സ്മൃതി, കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും ഒളിപ്പിച്ചു വെക്കാനില്ല. കോൺഗ്രസ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറായി കോൺഗ്രസ് പാർട്ടി പ്രതിനിധികളെ അയക്കുന്നത്. സമാനമായ സാഹചര്യങ്ങളിൽ മറ്റ് സംഘടനകളൊക്കെ ചർച്ച ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടുകൾ എണ്ണി പറയാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ചയെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ആരോപണം പൊതുമധ്യത്തിൽ വന്നപ്പോൾ തന്നെ അയാളെ ഞങ്ങളെ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. അതിനുശേഷം 1-2 പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാഹുലിനെ ഒഴിവാക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് ഉണ്ടാകണം. ഈ ഇന്ത്യയിലുള്ള ലക്ഷോപലക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗങ്ങളിൽ അദ്ദേഹമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു ബാധ്യതയും നിലവിലില്ല. ഞങ്ങളക്കാര്യം ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിലാണ് ഞങ്ങൾ ആ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സ്വീകരിച്ച പോലെ സമാന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്ത് സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ആധികാരികമായി ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും, ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ അന്ന് ആ നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് സ്മൃതി ഇന്ന് ഇരകൾക്ക് ആത്മവിശ്വാസത്തോടെ കൂടുതൽ ഇരകൾ മുന്നോട്ട് വരാൻ കാരണം. ഞങ്ങളന്ന് പറയുകയാണ്, ഇയാളെ ഞങ്ങൾ സംരക്ഷിക്കും, രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കും, രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഇരകളിൽ പലരും മുന്നോട്ട് വരുമായിരുന്നോ എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഞങ്ങൾ അയാളെ ഡിസോൺ ചെയ്തുകൊണ്ട്, ഞങ്ങൾ അയാളെ കൈവിട്ടത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സാഹചര്യവുമായി ഈ കേസ് മുന്നോട്ട് പോകാനുള്ള കാരണം. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, MLA ആയി തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങളുടെ ഭാഗമല്ല എങ്കിൽ കൂടി, നിങ്ങളുടെ ഭാഗമല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർക്കേറെ നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കാറുണ്ട്, എത്ര വിഷയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കാറുണ്ട്? MLA ആയി തുടരാൻ അർഹനല്ല എന്ന് ഉറച്ചു പറയാത്തത് എന്തുകൊണ്ടാണ് അനൂപ്? അല്ല, ഈ നടപടി എടുത്ത സമയത്ത് തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞത് സ്മൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. ഞങ്ങൾക്ക് MLA സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരം ഇല്ല എന്നത് മാത്രമാണ് അതിന്റെ അർത്ഥം. അയാൾ MLA ആയി തുടരണമെന്ന് ഞങ്ങളൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് അയാൾക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള സാങ്കേതികത്വത്തിന്റെ പ്രശ്നം ഞങ്ങൾ പറയുന്നു. പീഡിപ്പിച്ച് നടന്നിരുന്ന കാലം, അതായത് പാർട്ടിയുടെ ഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന കാലത്തിൽ രാഹുലിന് ഇവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനങ്ങളെ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്തു അതും പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പരാതിക്കാരിൽ നിന്ന് പണം മേടിച്ചതടക്കം
ഉള്ള ചില വിവരങ്ങൾ വരുന്നു. അതുകൂടാതെ അയാൾ അവിടേക്ക് കിട്ടിയ പണം എങ്ങനെ ഉപയോഗിച്ചു, ഇപ്പോൾ അവിടെ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന് എതിരെ വരുന്ന ഒരു ആരോപണമാണ്. അതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം വടകരയിലെ ഒരു ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റുണ്ടോ? വടകരയിൽ ഫ്ളാറ്റുള്ള നേതാവാര്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പമുള്ള നേതാവാര് എന്ന ചോദ്യം അവിടെ നിന്നും ഉയരുമ്പോൾ, ഡിവൈഎഫ്ഐയിൽ നിന്ന് ഉയരുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമല്ല എന്ന മറുപടി അത് മതിയാവില്ല. അനൂപ്, അല്ല സ്മൃതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനല്ലേ പി ശശി? ഈ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ പോലെ വന്ധ്യവയോധികനായ ഒരു നേതാവ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞതിനെ വകവയ്ക്കാതെ അങ്ങേയറ്റം പി ശശിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന സമീപനം എടുത്ത ഒരാളാണ്. അത് രാഷ്ട്രീയമായ ഒരു സാഹോദര്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ അർത്ഥം പി ശശിക്ക് CPM പാർട്ടിക്കകത്ത് നടത്തിയ ഈ കൊള്ളരുതായ്മകളുടെ ഒക്കെ ഉത്തരവാദിത്വത്തിൽ പിണറായി വിജയനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടണം അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ? അത് ഒരിക്കലും ബാലിശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തമാണെന്നേ. അതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ വേട്ടയാടാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ പിണറായി വിജയൻ പി ശശിയുടെ പേരിൽ ഉത്തരം പറയേണ്ടി വരും. പി ശശി എന്ന നിസ്സാരക്കാരനാണോ? ഞാൻ ചോദിച്ചത് നിയമപരമായ ഒരു നടപടികളിലേക്ക് കടക്കുക എന്നൊന്നുമല്ല. ഞാൻ ചോദിച്ചത് കോൺഗ്രസ് അകത്തെങ്കിലും അത് പരിശോധിക്കേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ തോന്നിവാസം നടത്തി വളരാൻ ആരുടെ സഹായം ലഭിച്ചു എന്ന് പാർട്ടി ആഭ്യന്തരമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ടോ അനൂപ്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് നിയമപരമായും നൈതികമായും ആണ്. ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലുള്ളപ്പോൾ അദ്ദേഹത്തോട് സൗഹാർദ്ദത്തോടുകൂടി പെരുമാറുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത പല നേതാക്കന്മാരുണ്ട്. അത് ഈ പറയുന്ന അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അവർക്കാണ്. അവർ പ്രോത്സാഹിപ്പിച്ചു. ചോദിക്കുന്നത് വെറുതെ കാടടച്ച് വിടുവിക്കാനൊന്നും ഞാൻ തയ്യാറായിട്ടില്ല. ഞാൻ ആകെ ചോദിച്ചത് ഈ പരാതിയിൽ പറയുന്ന വടകരയിലെ ഫ്ളാറ്റ് എന്ന് പറയുമ്പോൾ വടകരയിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഫ്ളാറ്റ് ഇല്ല എന്ന്. അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി പാർട്ടിക്ക് വേണ്ടേ എന്നാണ് ചോദ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വടകരയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് വരികൾക്കിടയിലൂടെ പറയാൻ സ്മൃതി അങ്ങനെ പറഞ്ഞു എന്നല്ല. CPM ഈ പറയുന്ന സംശയത്തിന്റെ നിഴലിലാക്കാൻ ശ്രമിക്കുന്ന ആരാ? വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ലാറ്റ് ഇല്ലെങ്കിൽ ആ ഫ്ലാറ്റ് ഷാഫി പറമ്പിലിൻ്റെതാണ് എന്ന് എന്താണ് ഉറപ്പ്? വടകരയിൽ ഈ രാഹുലിന് ഒരു ഫ്ലാറ്റ് സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധിക്കാതിരിക്കുമോ? ഇവിടെ ഇത് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണ് എന്ന് പറയുന്നത് പോലെ ഇത് എങ്ങനെയും ഷാഫി പറമ്പിലേക്ക് എത്തിക്കണം. ആ അജണ്ട ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ കഴിയില്ല. ശരി, പക്ഷേ ഞാൻ ഡിവൈഎഫ്ഐയെ വിടൂ. ഞാൻ പരാതിയിൽ പറഞ്ഞ കാര്യമാണ് ചോദിച്ചത്. ഞാൻ പാർട്ടിയുടെ ഭാഗം തന്നെ ആയിട്ടുള്ള MA ഷഹനാസിലേക്ക് പോകുന്നു. ഷഹനാസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിലെ ഒരുപാട് വനിതകൾ അവരനുഭവിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷഹനാസിനും ചെറിയ അനുഭവമുണ്ട്, അത് ഷഹനാസ് പറഞ്ഞിട്ടുണ്ട്. ഏത് രൂപത്തിലാണ് ഈ സംവിധാനത്തിൽ പല നേതാക്കളും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതിൽ ഈ പറയുന്ന വടകരയ്ക്ക് വിളിപ്പിച്ചു എന്ന് ഈ യുവതി പറഞ്ഞ പരാതിയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉറപ്പായിട്ടും അത് ആയുധമാക്കുമല്ലോ, ഉറപ്പായിട്ടും എതിർകക്ഷികൾക്ക് ആയുധമാണ് അത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കേണ്ടതല്ലേ? പാർട്ടി നടപടിയെടുത്തു എന്നതിനപ്പുറം ഇനി അതിലേക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഷഹനാസ് കാണുന്നത്? സ്മൃതി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു MLA എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി സ്വമേധയാ വെക്കേണ്ടതാണ്. അതല്ല അദ്ദേഹത്തിനെ ആരാണ് രാജി വെപ്പിക്കേണ്ടത് എന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിയമസഭാ സ്പീക്കറാണോ എന്നുള്ള കാര്യം, ആരാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണ എനിക്കില്ല. എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കുന്നു. മുന്നോട്ട് പോകണം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റും.
കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ പരാതി, ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അടക്കം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ രണ്ട് പരാതിയിൽ ആണ്, അതല്ല ഈ രണ്ടാമത്തെ പരാതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതല്ല, മൂന്നാമത് ഒരു അതിജീവിത കൂടി വന്നിട്ടുണ്ട്. ആ മൂന്നാമത്തെ അതിജീവിതയുടെ കേസിലാണ് ഈ മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കുരയ്ക്കുന്ന സൈബർ ആളുകൾ അറിയേണ്ടതുണ്ട്. അതായത് ഇനിയും ഒരു സീരീസ് ഓഫ് റേപ്പിസ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ഏറ്റെടുക്കേണ്ട കാരണമാണ്. അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടും കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല. കാരണം അദ്ദേഹത്തിന് ഈ പരാതികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനു പേരിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നെറുകേടിന്റെ ഉത്തരം പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഇത് കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ സ്ത്രീകളുടെ ജനകീയ മുന്നേറ്റമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീ വന്ന് സ്വന്തം മുഖം കാണിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, സിനിമയിലുള്ള ഒരു അതിജീവിത സ്വന്തം മുഖം മറയ്ക്കാതെ വന്ന് മുന്നോട്ട് വന്ന് നടത്തിയ ധീരമായ അവരുടെ ഒരു മുന്നേറ്റമാണ് എനിക്കിവിടെ വന്ന് പറയാൻ സാധിച്ചത് എന്ന്. അതുപോലെ നിരവധി സ്ത്രീകൾക്ക് ഇവിടെ വന്ന് പറയാൻ സാധിക്കണം, ഞാൻ അനുഭവിച്ച, മറ്റൊരു സ്ത്രീ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാനാണ് ഇതിന്റെ ഇര എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള സ്ത്രീകളുടെ തന്റേടമാണ് കാണിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളുടെ തന്റേടമാണ് കാണിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാവട്ടെ, ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത് അവരെ ഏറ്റവും അർഹമായ ശിക്ഷ ലഭിക്കാൻ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സ്ത്രീകൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് നിൽക്കാനും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഏതോ കാലത്ത് തുടങ്ങിയതാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോ അതാരാണോ അവരെ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്ന മര്യാദ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതുണ്ട്. അതിനെതിരെ നിങ്ങൾ മുഖം മറച്ചു നിന്നാൽ ഇനി സ്ത്രീകൾ അടങ്ങിയിരിക്കില്ല. നിങ്ങൾ എന്ത്, ഒരു സ്ത്രീയെ ഏറ്റവും പറയാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾ വേശ്യയാണെന്നാണ്. അത് ഞങ്ങൾ അടക്കമുള്ള സ്ത്രീകൾ ഇരകൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ കാണുന്ന കാര്യങ്ങളാണ് അത്. അതിനപ്പുറം നിങ്ങൾക്ക് എന്ത് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ഇരയും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ഒരു മുന്നേറ്റമായിട്ട് കാണുന്നു. ഇവിടെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾ മുന്നോട്ട് വന്ന് പീഡകരെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ കാണുകയാണ്. ഇതിനെ കോൺഗ്രസിന് പറയേണ്ട ആവശ്യം എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഒക്കെ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ MLA അദ്ദേഹം ഇരിക്കുന്ന വേദി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആ വേദിയിലേക്ക് വരാത്ത ഒരാളാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA, അവരൊക്കെ നീണ്ട കാലമായി രാഷ്ട്രീയം നമുക്ക് മുന്നിൽ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരുന്ന മനുഷ്യന്മാരാണ്. സ്ത്രീകളെ ബഹുമാനിക്കണമെന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും സ്ത്രീകൾക്കൊപ്പം നിൽക്കണമെന്നും അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കാണിക്കുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ ഒരു മുഖം തിരിച്ച് മുന്നോട്ട് പോയ ശ്രീ രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടു. സ്ത്രീകൾക്ക് ഇതിൽ പരം എന്താ പറയാ അഭിമാനിക്കാനുള്ള, കോൺഗ്രസ് പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള മറ്റെന്താണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സൈബർ ബുള്ളിങ്, അതിനെ ആരാണ് കണക്കിലെടുക്കുന്നത്? അവർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ആരാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ ഇത്രത്തോളം ബുള്ളിങ് അടക്കം, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇവരുടെ ആളുകളാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആളുകളാണ് ശരിക്കും അദ്ദേഹത്തെ ഏറ്റവും കുടുക്കിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മോശപ്പെടുത്തുന്നത് ഈ ഇത്തരത്തിലുള്ള ബുള്ളിയും കമന്റ്സുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ വായടയ്ക്കാം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി ഈ പുതിയ കാലത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിനെ തടയാൻ സാധിക്കില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. തന്റെ മുഖം കണ്ടാൽ എന്താ, എന്റെ പേരറിഞ്ഞാൽ എന്താ, ഞാൻ അനുഭവിച്ച പീഡനം, ഞാൻ അനുഭവിച്ച മാനഹാനി, ഞാൻ അനുഭവിച്ച മെന്റൽ ട്രോമ അത് പുറത്തു പറഞ്ഞ് അതിന് പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ അതിന്റെ പ്രതിയായ ഒരാളെ ഞാൻ ഈ
ചൂണ്ടിക്കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഓരോ പെണ്ണുമാണ് ഇന്ന് പ്രതികരിക്കാനുള്ള ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സമൂഹത്തിനുള്ള പ്രതീകം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ഇരകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വരാനുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും അദ്ദേഹത്തിന്റെ അധികാരം, പണം, പ്രശസ്തി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും മറ്റ് നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വന്നിട്ടുള്ള 3 പരാതികളും സമാന രീതിയിലുള്ള പരാതികളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സ്ത്രീ സമൂഹം, രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അഭിമാനകരമായിട്ടുള്ള കാര്യം. ശരി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് BNS 64, BNS 89, 319, 351 തുടങ്ങിയ വിവരങ്ങളും IT നിയമം 66 ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ശ്രീ സുഭാഷ് ബാബു പറയുന്ന പ്രകാരം നേരത്തെ കോടതിയിൽ നിന്നുണ്ടായ ഒരു സമീപനം കൂടിയാണത്. ഇപ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടില്ല എന്നൊരു അനുമാനത്തിലേക്ക് കോടതി എത്തുമോ? അപ്പോൾ കോടതി അതിൽ പരിശോധിക്കുക സ്ത്രീയുടെ സദാചാരമാണോ? അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നു. ഇപ്പോൾ പറയുന്ന മൂന്നാമത്തെ പരാതിയും ഒരു വിവാഹിതയുടേതാണ്. അപ്പോൾ ബലാത്സംഗം എങ്ങനെ തെളിയിക്കപ്പെടും? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അതിനെന്ത് തെളിവ് യുവതി കൊണ്ടുവയ്ക്കേണ്ടി വരും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ കേസ് നടന്ന ഡേറ്റ് 8/4/2024 അതുകൊണ്ട് തന്നെ IPC സെക്ഷൻസ് ആണ് ചുമത്തിയിരിക്കുന്നത്. 376, 506 IPC. അത് ഒന്ന് റേപ്പ്, 376, 506 എന്ന് പറയുന്ന ക്രിമിനൽ ഇന്റിമിഡേഷനാണ്. ഇത് രണ്ടും കാരണം BNS നിലവിൽ വന്ന് ജൂലൈ 1, 2024 അതുകൊണ്ട് താങ്കൾ FIR കണ്ടു കാണുമെന്ന് കരുതുന്നു. അതിൽ പിന്നെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് സെക്ഷൻസ് 376, 506 IPC ആണ്, BNS അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒഫൻസ് നിൽക്കില്ല എന്ന് റിട്ടയർഡ് SP പറഞ്ഞത് ശരിയാണ്. പക്ഷേ റേപ്പ് എന്ന ഒഫൻസ് നിൽക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. റേപ്പ് നിൽക്കും. കാരണം ഒരു സ്ത്രീയുടെ ബോഡിലി ഓട്ടോണമി, സ്വന്തം ശരീരത്തിന്റെ മുകളിലുള്ള പൂർണ്ണമായ അവകാശം, സ്വാതന്ത്ര്യം, അത് ഒരു വിവാഹം കഴിക്കുന്നതിലൂടെ അടിയറവ് വെക്കുന്നില്ല, ഭർത്താവിന് അടിയറവ് വെക്കുന്നില്ല. മാട്രിമോണിയൽ കേസുകളിൽ എക്സെപ്ഷൻ ഉണ്ട്. സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ സാധുത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവാണെങ്കിൽ പോലും വിവാഹത്തിലിരിക്കുന്ന ഒരു ബന്ധത്തിൽ പോലും സ്ത്രീയുമായിട്ട് നിർബന്ധമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു കുറ്റകൃത്യമാക്കണം എന്നുള്ള ഒരു സജഷൻ സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭർത്താവല്ലാത്ത ഒരാളുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ പോലും ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് റേപ്പിന്റെ ഡെഫിനേഷനിൽ വരില്ല. പക്ഷെ അത് സമ്മതമുണ്ടോ എന്ന് ഉള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. കൺസെന്റ് ന്യായമായിട്ട് കിട്ടിയതാണോ അതോ അത് ചതിവിലൂടെ നേടിയെടുത്തതാണോ? ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി റൂമൊക്കെ ബുക്ക് ചെയ്യിച്ചിട്ട് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ചെയ്ത ഒരു കാര്യമാണോ എന്നുള്ള ചോദ്യം ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യം പരാതി വായിച്ചു കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയോട് സഹതാപം തോന്നുന്ന രീതിയിലുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരു കേസാണ്. ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്ന സ്ത്രീകളൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു പ്രവൃത്തി രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് മനസ്സിലാക്കും. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ആ ഭാഗം കേൾക്കാത്തതുകൊണ്ടും കോടതിയിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമായതുകൊണ്ടും അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ധാർമ്മികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അത് ഏത് സന്ദർഭത്തിലാണ്, എങ്ങനെയാണ് കൺസെന്റ് നേടിയെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ വശത്താക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. എന്ത് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ടാണ് ഒരാളെ നേതൃത്വ പദവിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്? അത് ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളാണോ, എല്ലാ മനുഷ്യരുടെയും തുല്യ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണോ, ജനപ്രതിനിധിയായിട്ട് വരുന്ന ആള് വേറൊരു ബന്ധത്തിലിരിക്കുന്ന ഒരു യുവതിയെ മായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ഭർത്താവിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നു, ഫോണിലൂടെ അവരെ താറടിച്ച് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരോപണത്തിലുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് തീർച്ചയായിട്ടും ധാർമ്മികമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്നുള്ളൊരു വാദം എടുത്തേക്കാം. പക്ഷേ നമുക്ക് ജനങ്ങൾക്കിതറിയാനുള്ള ഒരു അവകാശമുണ്ട്. നമ്മുടെ പ്രതിനിധികളായിട്ട് വരുന്നവര്, നമ്മളെ റെപ്രസെന്റ് ചെയ്ത് വരുന്നവരൊക്കെ ഏത് നിലവാരം പുലർത്തുന്നവരാണ്,
അവരവരുടെ പ്രൈവറ്റ് ലൈഫിൽ എന്ത് രീതിയിൽ ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നവരാണെന്ന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. നേരത്തെ ശ്രീമതി ഷാനാസ് ആണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സ്പീക്കർക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ഈ ഒരു സ്റ്റേജിൽ ഒരു MLA അയോഗ്യനാക്കി കൽപ്പിക്കാൻ സ്പീക്കർക്ക് അധികാരമില്ല. കാരണം കോടതിയിൽ നിന്ന് ഒരു ശിക്ഷ വന്നതിന് ശേഷം 2 വർഷമെങ്കിലും ശിക്ഷിക്കുകയാണെങ്കിൽ ആ നിമിഷം MLA സ്ഥാനം നഷ്ടപ്പെടും. ആന്റണി രാജുവിന്റെ കേസിൽ സംഭവിച്ചതുപോലെ. അതിന് അപ്പീല് വരുന്ന ഒരു കാലപരിധി പോലും കിട്ടില്ല. അപ്പീൽ വരുന്നതിന് മുമ്പ് തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കപ്പെടുകയും വേണം. ആ ശിക്ഷ 2 വർഷമെങ്കിലും ആയിരിക്കണമെങ്കിൽ മാത്രമേ MLA സ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ MLA സ്ഥാനത്ത് തന്നെ തുടരാൻ നിയമപരമായിട്ട് ബാധ്യതകളൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാൾ നേരത്തെ ജയിലിലായിരുന്നപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇനി ഉള്ള അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യം കൂടെ, ബെയിലിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ജയിലിലേക്ക് അത് സമർത്ഥമായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ തീർച്ചയായിട്ടും നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകണം. പക്ഷെ ഇപ്പോൾ വെച്ചിരിക്കുന്ന കസ്റ്റഡി എന്ന് പറയുന്നത് ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ളതാണ്. ഇനി കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനും തെളിവ് ശേഖരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ശിക്ഷയുടെ ഭാഗമായിട്ടല്ല ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നത്. പ്യൂണിറ്റീവ് അല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ വായിച്ചിരുന്നു. അതിനകത്ത് ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എത്രമാത്രം സംഗതി, അതൊരു കോമൺ സെൻസിക്കൽ ടേമിലാണെങ്കിലും ഒക്കെയാണ്. നേരത്തെ 2 കേസുകളുണ്ട്, സമാനമായിട്ടുള്ള പരാതി വന്നിരിക്കുന്നു, പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കോടതി ശിക്ഷിച്ചിട്ടില്ല. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റിഫ്യൂസ് ടു ഷെയർ ദ സ്ക്രീൻ പാറ്റേൺ ഓഫ് ദി മൊബൈൽ ലോക്ക് എന്ന് പറയുന്നത്, അതായത് മൊബൈൽ തുറന്ന് കാണിക്കാൻ വിസമ്മതിച്ചു, ചാറ്റുകൾ കാണിക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നു. ഇത് എഴുതിയത് ഏത് IPS ഓഫീസർ ആണെങ്കിലും അവർക്ക് സാമാന്യമായിട്ടുള്ള നിയമത്തിലെ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 23 പറയുന്നത് ഒരാൾക്ക് അയാൾക്കെതിരെ തന്നെ തെളിവ് കൊടുക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ല. ഒരു കോടതിയിൽ പോലും വന്നിട്ട് ടെസ്റ്റിമോണിയൽ കമ്പൽഷൻ എന്ന് പറയും. നിങ്ങൾക്കെതിരെ തെളിവ് പറയാൻ ഒരു കോടതിക്ക് പോലും കഴിയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് എങ്ങനെയാണ് കോടതി അത് സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. ഇത് ഒരിക്കലും നിൽക്കാത്ത ഒരു കാരണമാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നിയമപരമായിട്ട് നിൽക്കില്ല. ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ചാലഞ്ച് ചെയ്യപ്പെട്ടാൽ ഈ ഒരു ഗ്രൗണ്ട് നിൽക്കില്ല. ബാക്കി എന്തെങ്കിലും കാരണങ്ങളുടെ പുറത്ത് ചിലപ്പോൾ റിമാൻഡ് കണ്ടിന്യൂ ചെയ്തേക്കാം. ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ചില കേസുകളിൽ നിർബന്ധമായിട്ട് മൊബൈൽ പിടിച്ചെടുക്കുകയും മൊബൈലിലെ ഡേറ്റ ഷെയർ ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് സുപ്രീം കോടതി ബെഞ്ച് പരിഗണിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ചെയ്യാത്തതിന് 20,000 രൂപ കോസ്റ്റ് അടിച്ചു. അതിനുശേഷം കേസ് പെൻഡിംഗ് ആണ്. ആ കേസിൽ നിർബന്ധമായിട്ട് മൊബൈൽ ഡേറ്റ ഷെയർ ചെയ്യുന്നത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതൊരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലാണ്. ED ആണത് എതിർപക്ഷം നിൽക്കുന്നത്. എന്നിട്ടുകൂടി അപ്പോൾ ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. 17/2/2025 22/5/2025 ടാസ്മാക് എന്ന് പറയുന്ന കേസ്. അതിന് മുമ്പ് റിപ്പറ്റീഷൻ 515/2024 ഫ്യൂച്ചർ ഗെയിമിംഗ് വേഴ്സസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിന്നെ റിപ്പറ്റീഷൻ 138 2021 കേസ് രാമസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസുകളിലൊക്കെ സുപ്രീം കോടതി പറയുന്നത് ഒരു വ്യക്തി ഏത് വലിയ ഒഫൻസ് ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള പരാതികളൊക്കെ സീരിയസ് ആണ്. അതിജീവിത പറയുന്ന കാര്യങ്ങൾ ന്യായമായിരിക്കാം, അവരുടെ കാര്യങ്ങൾ കോടതിയിൽ ചിലപ്പോൾ സത്യസന്ധമാണെന്ന് തെളിയിക്കപ്പെട്ടേക്കാം. അതിലേക്ക് പോകുന്നില്ല, കാരണം ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ അറസ്റ്റിന്റെ സാങ്കത്യവും അതിൽ പറയുന്ന കാരണങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നിയമപരമായി നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നിയമപരമായി നിൽക്കാത്ത ഒരു ഗ്രൗണ്ടാണ്. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതിൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അക്യൂസിന് എത്ര വലിയ ക്രൈം, എത്ര വലിയ ഒരു ഒഫൻസും ആരോപിക്കപ്പെട്ട ഒരാളുടെ പോലും മൊബൈൽ ഫോൺ മേടിച്ചിട്ട് അതിന്റെ സ്ക്രീൻ തുറന്നു തരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ഷെയർ ചെയ്യൂ എന്ന് പറയാൻ അധികാരമില്ല ഇൻവെസ്റ്റിഗേഷന്. പറഞ്ഞു കേട്ടിടത്തോളം സാഹചര്യങ്ങൾ, നിയമപരമായ സാഹചര്യങ്ങളെല്ലാം പ്രതിക്ക് അനുകൂലമാണ് എന്ന് തോന്നിപ്പോകും. അതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. റിനി, ഇപ്പോൾ മൂന്നാമത്തെ പരാതി എന്ന് പറയുമ്പോൾ പോലീസിലെത്തുന്ന മൂന്നാമത്തെ പരാതി. ഇനിയും ഇരകളുണ്ടാകാം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിലും കൂടുതലുണ്ട് എന്നുള്ളതാണ്. പലരും പുറത്തേക്ക് പറയാൻ ധൈര്യപ്പെടാത്ത സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുറന്നു പറയുന്നവർ, ഇപ്പോൾ ഷരാസ് പറഞ്ഞ പോലെ തുറന്നു പറയുന്നവർ കൂടുതലായി വരുന്നുണ്ട്. മുഖം തന്നെ കാണിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ നിയമപരമായി കോടതി സംവിധാനങ്ങളടക്കം, നിയമ സംവിധാനങ്ങളടക്കം ഈ പറയുന്ന ഇരകൾക്കൊപ്പമാണ് എന്നൊരു തോന്നലുണ്ടാകണ്ടേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അറിഞ്ഞു? തീർച്ചയായിട്ടും പലപ്പോഴും ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഇരകൾക്കൊപ്പം തന്നെയാണോ അതോ പ്രതികൾക്കൊപ്പമാണോ എന്ന ആശങ്ക
നിലനിർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ 1-2 ഇഷ്യൂ അല്ല, ഇത് ഒരുപാട് കേസുകളുണ്ട്, അതിജീവിതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലും ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൂടുതൽ പെൺകുട്ടികളുണ്ട്, പല വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരു ജനപ്രതിനിധി നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യം ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു. ആ ചോദ്യമാണ് ഇനി ഇപ്പോഴും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ആകേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ അതിജീവിതകൾ മുന്നോട്ട് വരികയാണ്. നേരത്തെ എം എ ഷഹനാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ. അതായത് ഒരു ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടാൽ ജീവിതം അവസാനിച്ചു, ഒന്നും തുറന്നു പറയാൻ പാടില്ല, മിണ്ടാതെ ഇരുന്നോളണം എന്നുള്ള ആ കാലഘട്ടം മാറി വരികയാണ്. ഇപ്പൊ നമുക്ക് ആക്രമിക്കപ്പെട്ട നടിയുടെ കേസാണെങ്കിലും, ഇപ്പൊ സിസ്റ്റർ തുറന്ന് പറഞ്ഞതാണെങ്കിലും, ഈവൻ മുഖം പോലും കാണിച്ചുകൊണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ധൈര്യമായി വരുന്നു എന്നുള്ളത് വളരെ 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 സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ ശക്തമായി തന്നെ ഒരു മുന്നേറ്റം സ്ത്രീകൾക്കിടയിൽ തന്നെ അത് വരുന്നുണ്ട്. ഞങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങളെ മിണ്ടാതിരുത്തിക്കേണ്ടവരല്ല എന്നുള്ളൊരു ചിന്ത സ്ത്രീകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെ കുറച്ചും കൂടി ആ ഒരു അവർക്കുണ്ടാകുന്ന വിഷമതകൾ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാമൂഹ്യ സാഹചര്യവും കൂടി നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കണം. നമ്മുടെ സമൂഹം പ്രബുദ്ധ സമൂഹം എന്ന് പറയുമ്പോഴും നമുക്ക് ഈ സൈബർ മേഖലയിലൊക്കെ അറിയാം എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം എന്നുള്ളത്. ഇപ്പോഴും വിവാഹിതയാണ് എന്ന പേരിൽ ഇപ്പോൾ വിവാഹിതയായ സ്ത്രീകൾ 2ആയി, എന്നിട്ട് പോലും സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട് എന്നുള്ളത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇയാളൊരു സാധാരണ പുരുഷനല്ല. സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഇവിടെ ചർച്ച ചെയ്യാൻ. ഈ വ്യക്തി ഒരു ജനപ്രതിനിധിയാണ്, ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ, അതും ഒരു യുവ നേതാവ്, ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് ഈ യുവ നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ജനപ്രതിനിധി തന്നെയാണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോഴും സ്ത്രീകളെ ഇത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വലിയൊരു മാറ്റം വരണം. നിയമവ്യവസ്ഥയിൽ മാത്രമല്ല, നിയമവ്യവസ്ഥയിലും ഇത്തരത്തിലുള്ള ആശങ്കകൾ പെൺകുട്ടികൾക്കുണ്ട്. എന്നാൽ പോലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. ഈ സ്ത്രീകളോടെല്ലാം തന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കാനുണ്ട്. ഈ വിഷയത്തിൽ ഇനിയും അതിജീവിതകളുണ്ട്. നിങ്ങളും ധൈര്യത്തോടെ മുന്നോട്ട് വരണം, പേടിച്ചിരിക്കരുത്. നിങ്ങളുടെ ജസ്റ്റിസ് നിങ്ങൾ നേടിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ തുടരണം. വീട്ടിലിരുന്ന് കരയേണ്ടവരല്ല. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കരയേണ്ടത് വേട്ടക്കാരനാണ്. ഇരകൾ ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അതിപ്പോൾ സാധിക്കുന്നു, അതിപ്പോൾ നടക്കുന്നു എന്നുള്ളത് ഞാനത് പറഞ്ഞതിന് ശേഷമാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ വിഷയവും സിസ്റ്ററിന്റെ വിഷയവും ഒക്കെ വരുന്നത്. അതിപ്പോൾ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരണം. പ്രത്യേകിച്ചും പ്രതി സെലിബ്രിറ്റികളും പ്രശസ്തരും ആകുമ്പോൾ നമുക്കറിയാം ഈയിടെ വന്ന കേസുകളിലെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പും പ്രശസ്തിയും എല്ലാം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മതത്തിന്റെ പേരിൽ, പൗരോഹിത്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സിനിമയുടെ പേരിൽ ഒക്കെ നിന്നുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുക, ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് കരുതുന്ന ഒരു രീതിയിലേക്കാണ് ഇവർ പോകുന്നത്. അതിന് വലിയൊരു മാറ്റം ഉണ്ടാകണം. ഇനി ആരും തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, ഏത് രീതിയിലാണെങ്കിൽ ചൂഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലേക്ക് കടന്നു വരുന്നവർ ആ ഉത്തരവാദിത്തം ജനങ്ങളോട് പുലർത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിജീവിതകൾ ഇനിയും ശക്തമായി മുന്നോട്ട് വരണം. ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, അത് മറ്റുള്ളവർ ജസ്റ്റിസ് നേടുന്നു, അതിലൂടെ ഞങ്ങൾക്കും ജസ്റ്റിസ് കിട്ടുമെന്ന് ഓർത്തിരിക്കാതെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പോരാടിയാൽ മാത്രമാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇങ്ങനെയെല്ലാം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. കളങ്കാവൽ മോഡൽ പ്രിഡേറ്റേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ധൈര്യത്തോടെ മുന്നോട്ട് വരണം. അത് തന്നെയാണ് ഇനി സംഭവിക്കേണ്ടത്. അത് സംഭവിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ ഈ മുന്നോട്ട് വന്ന 3 അതിജീവിതകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇരകളല്ല, നിങ്ങൾ പോരാളികളാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ശരി, ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ ഇരകൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രണ്ടാമത് കിട്ടിയ പരാതി, ആ പരാതി പാർട്ടിയുടെ അധ്യക്ഷന് തന്നെയാണല്ലോ കിട്ടിയത്, സംസ്ഥാന അധ്യക്ഷന് തന്നെ കിട്ടുന്നു. ആ പരാതി DGPക്ക് കൈമാറുന്നുമുണ്ട്. ശരിയാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ കാര്യത്തിൽ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ചില പ്രതികരണങ്ങൾ ഒഴിച്ചാൽ എങ്ങനെയാണ് ആ കാര്യത്തിലൊരു ഉറപ്പ് ലഭിക്കുക? കാരണം ഇപ്പോൾ
പറഞ്ഞു കേട്ടത് പ്രകാരം പോലീസ് പിടികൂടുന്ന ഘട്ടത്തിൽ പിന്നീട് നടന്ന പ്രതികരണങ്ങളായി പുറത്തേക്ക് വരുന്ന വാർത്തയിൽ ഞാൻ സ്വതന്ത്രനായി നിന്നാലും ഞാൻ ജയിക്കും എന്ന വെല്ലുവിളി ഇയാൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കും ഒരു ആത്മവിശ്വാസം ലഭിക്കുന്ന രൂപത്തിൽ അയാൾ പ്രവർത്തിക്കുന്നു. അങ്ങ് എത്ര നിഷേധിച്ചാലും മുതിർന്ന നേതാക്കളൊക്കെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ നടക്കുന്നുണ്ട് എങ്കിലും ചില ഭാഗങ്ങളിൽ ഇയാൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇയാൾ സ്വീകരിക്കാൻ എത്തുന്ന അവിടുത്തെ പ്രാദേശികമായ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ അനൂപ്. അല്ല, അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ് തന്നെ സംരക്ഷിക്കും എന്നുള്ളത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നല്ലേ? കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ കഴിയില്ല, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലല്ലേ ഞാൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്? ആ കോൺഗ്രസ്സിലുള്ള ആർത്ഥത്തിലുള്ള പ്രതീക്ഷകൾ നശിച്ചതുകൊണ്ടല്ല അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണെന്നേ. ഞാൻ പറഞ്ഞില്ലേ, വളരെ തുടക്കത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഇരകൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ വളരെ തുടക്കത്തിലേ പറഞ്ഞു. ഇത്തരം ഒരു പരാതിയുമായി ഒരാൾ രംഗത്ത് വരുമ്പോൾ, ഇവിടെ ബഹുമാനിയായ റിനി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനം എന്താ? ആദ്യത്തെ പരാതിക്കാരി തന്നെ രംഗത്ത് വരുന്ന സമയത്ത് അവരെ കല്ലെറിയുന്ന സമീപനം കോൺഗ്രസ് ഔദ്യോഗികമായി എടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ ആകുമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് ചെയ്തത് ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി സംരക്ഷിക്കില്ല, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി നേരിടണം, ഞങ്ങളുടെ പാർട്ടി പരിരക്ഷ ലഭിക്കില്ല എന്ന് പറയുക മാത്രമല്ല, പാർട്ടി സമ്പൂർണ്ണമായി ഡിസോൺ ചെയ്തു, പാർട്ടി നടപടിയെടുത്തു. ആദ്യം രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി, പിന്നെ പാർട്ടിയിൽ നിന്നേ ഒഴിവാക്കി. ഒരു പാർട്ടിയെ സംബന്ധിച്ച് സ്മൃതി ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അല്ലേ ഞങ്ങളെന്ന് ആലങ്കാരികമായി ചോദിക്കുകയല്ലോ, ഞങ്ങൾ നിലപാടെടുത്തില്ലേ? അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന, കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന, ചാനലുകളിൽ ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ഒരാൾക്കെതിരെയാണ് നടപടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിനെതിരെയല്ല. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഒരു നിയമസഭാ സാമാജികനാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഘടനാ നടപടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും PT കുഞ്ഞഹമ്മദിൻ്റെ ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? PT കുഞ്ഞഹമ്മദ് എന്താ ചെയ്തത്? ഒരു ഗവൺമെന്റിന്റെ ബിസിനസ് ചെയ്യുമ്പോഴാണ്, ഗവൺമെന്റിന് വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നുകൊണ്ട് സിനിമകൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ നടപടിക്രമം നടത്തിക്കൊടുക്കുന്നതിനിടയിൽ, ആ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ വന്ന ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതാ. പബ്ലിക് സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കൂടി ചുമതലയുടെ ഭാഗമായി നടന്ന ക്രൈമാണ്. ഇപ്പോഴും അദ്ദേഹം CPM-ൽ തുടരുകയല്ലേ? ഇപ്പോഴും CPM-ൽ അദ്ദേഹത്തിന്റെ പദവികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാഷ്ട്രീയമായി CPM അതിന് മറുപടി പറയാൻ അക്കൗണ്ടബിൾ ആണോ? അവർ മറുപടി പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് വളരെ PT കുഞ്ഞഹമ്മദ് ഒരു ചെറിയ നേതാവല്ല കേട്ടോ. ഈ പറയുന്ന കൈരളി TV ഉണ്ടാക്കാൻ പിണറായി വിജയനോടൊപ്പം കൈകോർത്ത് നിന്ന ആളാ. പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന നേതാവായ ആളാ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായി പ്രവർത്തിച്ച ആൾ, അതിനേക്കാൾ സീനിയറാ. ആ കാര്യത്തിൽ CPM സ്വീകരിച്ച സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്ത് പാർട്ടി പൊസിഷൻ, പാർട്ടി നിലപാട് പറയാൻ കഴിയുന്നത്. സമാന സന്ദർഭങ്ങളിൽ മറ്റു പല സംഘടനകൾക്കും ഈ ചർച്ചകൾ ബഹിഷ്കരിക്കേണ്ടി വരാറുണ്ട്. ഞങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല, ബഹിഷ്കരിക്കേണ്ട സാഹചര്യമില്ല. ഞങ്ങൾ വളരെ തുടക്കം മുതലെടുത്ത നിലപാടുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ കൃത്യമായി അക്കമിട്ട് നിർത്താൻ കഴിയും. 1, 2, 3 എന്നിങ്ങനെ പറയാൻ കഴിയും. ഞങ്ങൾ ഓരോ ഘട്ടത്തിലെടുത്ത നിലപാടുണ്ട്, ഇപ്പോഴത്തെ നിലപാടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇത് നിയമസഭാ അംഗത്തിൽ തുടരണോ എന്നുള്ളത് ഒരു കോടതി ഒരാളെ അതിനകത്ത് കുറ്റവാളിയായി പ്രഖ്യാപിക്കുമ്പോഴാണ് അത് നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ആധികാരികമായി ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ തയ്യാറാണ്. ഇതിനകത്ത് ഇരകളെ, പരാതിക്കാരെ ഒരു വാക്കുകൊണ്ട് പോലും അപമാനിക്കാൻ, അവരുടെ അന്തസ്സിന് മുറിപ്പെടുത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സമീപനമല്ല എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, സുഭാഷ് ബാബു, മറ്റു കേസുകളിൽ നിന്നും ഈ കേസ് വ്യത്യസ്തമാകുന്നത് ഇതൊരു നിയമസഭാ സാമാജികനാണ്, ഒരു MLA ആണ് എന്നുള്ളതാണ്. അല്ലാതെ തന്നെ MLA ആകുന്നതിന് മുമ്പുള്ള കേസുകളുമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവെന്ന സ്വാധീനം അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുകൂടി ഈ കേസുകളിൽ കാണേണ്ടതല്ലേ? ആ നിലയ്ക്ക് കോടതി അതിനെ കാണുമോ എന്നുള്ളതാണ് ചോദ്യം.
അല്ല, നിയമപരമായിട്ട് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടോ കോടതി പരിഗണിക്കേണ്ട പ്രശ്നം സാധാരണതയിൽ ഉണ്ടാവില്ല. അവർ നിയമപരമായിട്ട് ഇത് എങ്ങനെയാണ്, അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം എന്താണ്, സ്വഭാവം ഏത് രീതിയിലുള്ള സ്വഭാവമാണ്, ചെയ്യപ്പെട്ട ക്രിയകൾ എത്രമാത്രം ഗൗരവതരമായ അല്ലെങ്കിൽ ബീഭത്സമായ രീതിയിലാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് കോടതി തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ച് ജാമ്യം പോലുള്ള വ്യവസ്ഥകൾക്ക് ജാമ്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ജാമ്യം സംബന്ധിച്ചിടത്തോളം ഉള്ള വാദങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ പ്രതിയോട് തെളിവ് ഹാജരാക്കാൻ പറയുന്ന ഒരു സംവിധാനം പോലീസിനെ സംബന്ധിച്ചുള്ള അഭികാമ്യമല്ല. പോലീസിന് പറയാം, പക്ഷേ ഇത് റിമാൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്തതിന് ശേഷം കോടതി പറയാം ഇദ്ദേഹം ഇതേമാതിരി ഇതിന് സഹകരിക്കുന്നില്ല, ഇത് പറയുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത്, അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അദ്ദേഹം തുറന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് ചിലപ്പോൾ നീട്ടിക്കിട്ടും. അതല്ലാണ്ട് അദ്ദേഹത്തിനോട് അത് തുറന്ന് തരണമെന്നോ അത് കമ്പൽ ചെയ്യാനോ പറ്റില്ല, കോടതിക്കും പറ്റില്ല. കോടതിക്ക് എന്ത് ചെയ്യണം, ഈ സാഹചര്യത്തിൽ അത് നീട്ടി എടുക്കാൻ, അതായത് റിമാൻഡ് നീട്ടിയെടുക്കാൻ ഒരു ഗ്രൗണ്ടായിട്ട് പറയാം, അത് ചോദ്യം ചെയ്യാൻ കൂടുതൽ അവസരം വേണം, സമയം വേണം എന്ന് ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ചാറ്റുകളുടെ ദൃശ്യങ്ങളും അങ്ങ് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ രാഹുലിന്റെ ഫോൺ നൽകുന്നില്ല, ശരി, അത് ആ തരത്തിൽ നിർബന്ധിക്കാൻ പോലീസിനാകില്ല എന്നുള്ള കാര്യം നേരത്തെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു. അത് കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാമെന്ന്. പക്ഷേ ഇര നൽകുകയാണ് അല്ലെങ്കിൽ അതിജീവിത നൽകുകയാണ് ആ ചാറ്റിന്റെ വിവരങ്ങൾ. അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? അതിനകത്തുനിന്ന് എടുക്കണമെങ്കിൽ സൈബർ വിങ്ങിൽ സൈബർ ഫോറൻസിക് പ്രകാരം അതിനെ ശ്രമിച്ചു നോക്കാം. അത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതിൻ്റെ റെക്കോർഡഡ് സിസ്റ്റത്തിനകത്തുനിന്ന് ഇപ്പോൾ പോലീസിന് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാതില്ല. ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഫോൺ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? മറ്റ് സോഴ്സിൽ കൂടെ കിട്ടുന്നത് ഇവർ തന്ന അതിനെ സംബന്ധിച്ചുള്ള അതിനൊരു സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ഒരു കാരണമുണ്ട്, അവരുടെ കയ്യിലുള്ള അവരുടെ ഫോണിലുള്ള ചാറ്റ് വെച്ചിട്ട് ഉള്ള തെളിവ് ശേഖരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. അതെന്തായാലും ശരി, കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിമാൻഡിൽ അദ്ദേഹത്തിനെ കൂടുതൽ കമ്പൽസീവ് സർക്കംസ്റ്റാൻസസ് അതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ, സമ്മർദ്ദതന്ത്രം, അതായത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക മായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയാണ് സാധാരണ പോലീസ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പോലീസിന് എടുക്കാൻ പറ്റും. അതല്ലാണ്ട് മറ്റു രീതിയിൽ തെളിവ് ശേഖരിക്കുന്നതിന് അദ്ദേഹത്തിനെ നിർബന്ധിക്കാനോ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുകളൊക്കെ നിൽക്കും. അത് വേണമെങ്കിൽ, പക്ഷേ അത് വിദൂരതയിൽ നിന്നാണ്, അല്ലാണ്ട് നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഫോൺ മുഖാന്തരം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രേഖയുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ അത് വിശ്വസനീയമായിട്ട് കോടതി സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന ഗൗരവതരമായ കാര്യമാണ്. അതിനകത്ത് ഇവരുടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നോ, ഇവരുടെ ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരുന്നോ എന്നുള്ള പ്രശ്നമാണ്. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘൂകരിക്കപ്പെടും ഈ കുറ്റത്തിന് ആരോപണങ്ങൾ. അതല്ല എന്നാണ് തെളിയിക്കുന്നത്, ഗൗരവതരമായ രീതിയിലുള്ള റേപ്പ് എന്ന് പറയുന്ന ഈ കുറ്റകൃത്യം നിലനിൽക്കും. അപ്പോൾ അത് ഗൗരവതരമായിട്ട് കോടതി എടുക്കും. അത് ഇപ്പോൾ അദ്ദേഹം പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ കോടതിയിൽ ഹാജരാക്കുന്നു എന്നാണ്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതും പരിശോധിക്കപ്പെടും. കാരണം അവരതിൻ്റെ എക്സ്ട്രാക്ട് കൊടുക്കും, അവരുടെ ഭാഗം, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്ന അഡ്വക്കേറ്റ് വളരെ ശക്തമായിട്ടത് അവതരിപ്പിക്കും. അത് നോക്കാം, ജയിലിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. എന്തായാലും ശരി, താഴെ കോടതിയിൽ നിന്ന് ബെയിൽ കിട്ടാനുള്ള സാധ്യതയില്ല. എന്നാലും മോൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, കിട്ടാതിരിക്കാം. എന്തായാലും ശരി, ഇങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ള അത് സാമൂഹ്യമായിട്ട് അദ്ദേഹം ഒരു അപകീർത്തിപരമാണ്, ഒരു അപശബ്ദമാണ്. അതേപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചോളം നിലനിൽക്കുക എന്നുള്ള പ്രശ്നമാണ്. MLA എന്നുള്ള രീതിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിധി, 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു വിധി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റാൻ നമ്മുടെ നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ചൊരു സംവിധാനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന് അന്വേഷണം വളരെ ശക്തമായിട്ട് കൊണ്ടുപോകാം. പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തൊക്കെ 2 കേസിൽ പോലീസിനെ ഇദ്ദേഹം കളിപ്പിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബോധപൂർവം പോലീസ് എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അത് തോൽപ്പിച്ചു എന്നുള്ളതിന് ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ പോലീസ് കരുതിക്കൂട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ വളരെ ഗോപ്യമായ രീതിയിൽ കേസെടുത്തതിന് ശേഷം അത് കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലേക്ക് പോകുന്നതും ഒക്കെ ചെയ്തത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികാര മനോഭാവത്തിന് അത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ട് എന്തായാലും ശരി, അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കാൻ സാധിച്ചു എന്നുള്ള പലരുടെയും ആവശ്യങ്ങൾക്ക്
ഒരു പിന്നെ എന്താ പറഞ്ഞ ഒരു അനുപൂരകമായ ഒരു സാഹചര്യം പോലീസ് സൃഷ്ടിച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കാം. എന്തായാലും ശരി, ഇത് ഓൺലൈനിൽ പരാതി കിട്ടിയതിന് ശേഷം അവർ വന്ന് ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ആധികാരികമായിട്ട് രേഖ വരുന്നുള്ളൂ. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നാലും നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. വിദേശത്തു നിന്നും അവർ കരഞ്ഞുകൊണ്ട് സന്ദേശം അയക്കുന്നു. ആ സന്ദേശം മുഖ്യമന്ത്രി തന്നെ കണ്ട ശേഷം മുഖ്യമന്ത്രിയാണ് പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കാൻ ആവശ്യപ്പെട്ടതെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവർ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനല്ലല്ലോ പോലീസ് ഇരിക്കുന്നത്. പോലീസ് സ്വയമേധയാ നിയമപരമായിട്ട് അല്ലാണ്ട് അതായത് ബാഹ്യമായ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട പോലീസല്ല. നിയമപരമായിട്ട് അവർക്കുള്ള വിധേയത്വവും അവരുടെ ഉത്തരവാദിത്വവും നിറവേറ്റാനുള്ള ഇൻവെസ്റ്റിഗേഷൻ. അല്ലാണ്ട് പുറത്തുനിന്ന് ആൾ പറഞ്ഞ് അവനെ പിടി ഇവനെ എവിടെ എന്ന് പറഞ്ഞാൽ ചെയ്യാനല്ലല്ലോ ഈ പോലീസ് ഇരിക്കുന്നത്. പോലീസ് നിയമപരമായ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. അരക്ഷിതമായ സാഹചര്യം എന്നുള്ളതാണ്. കാരണം അയാൾ ഇപ്പോഴും പൊതുമധ്യത്തിൽ ഇങ്ങനെ സ്വതന്ത്രനായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതികരണങ്ങളിലും അത് വ്യക്തമാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ അവർ നടക്കുക, ഇരകൾക്ക് മുഖം മറച്ച് നടക്കേണ്ടി വരിക എന്നുള്ളത് ഒരു സമൂഹത്തിൽ ശരിയായ രീതിയല്ലല്ലോ. അത് ആ രൂപത്തിലായിരിക്കും ആ പരാതി നൽകിയിട്ടുണ്ടാകുക. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബുവും പറഞ്ഞ കാര്യം അതാണ്. അയോഗ്യനാക്കുക എന്നുള്ളത് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ, അല്ലേ? അതല്ലാതെ ഈ തരത്തിൽ ഇത്രയധികം ബലാത്സംഗ പരാതികൾ ഉയർന്നാലും ഇയാൾക്ക് MLA ആയി തുടരാം, സഭയിൽ വരാം എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, ഏത് പരാതി ബലാത്സംഗമല്ല, എത്ര സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണെങ്കിലും ഒരു കോടതി ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നത് വരെ അത് പ്രിസംഷൻ ഉള്ളത് കൊണ്ട് MLA ആയിട്ട് തുടരാം. ഇപ്പൊ നമുക്ക് ഈ സഭയുടെ കാലാവധി 6 മാസത്തിൽ താഴെ ആയതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് ഇവിടെ പറഞ്ഞതുപോലെ വീണ്ടും ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂവിൽ അത് ഒരു ചെറിയൊരു കാലയളവിലേക്ക് മാത്രമാണ് തുടരാനാവുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പക്ഷെ അതില് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ബെയിലില്ലാതെ ഒരാൾ ജയിലിൽ കിടക്കുന്നു ഉള്ളതൊക്കെ ഒരു സിംറ്റം അഡ്രസ്സ് ചെയ്യുന്നത് പോലെയാണ്. അതിന്റെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യണം. റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പൊതുജന മധ്യത്തിൽ സ്വീകാര്യമായിട്ടുള്ള MLA പോലുള്ള പദവികളിലേക്ക് മത്സരിച്ച് ജയിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തുകൊണ്ടൊരു സ്ക്രീനിങ് ഇല്ല. ഒരു പാർട്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ വേറൊരു കേസ് ഇല്ലേ എന്ന് ചോദിക്കുന്നത്. അതല്ലല്ലോ അതിനുള്ള പരിഹാരം. ഇതിന് നമുക്കൊരു സിസ്റ്റമിക് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വേണം, സിനിമയിൽ വേണമെന്ന് പറഞ്ഞതുപോലെ പാർട്ടികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സ്ക്രീനിങ് നടത്തി ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ഓരോ സ്ഥാനം കൊടുക്കുന്നതും ഒക്കെ അലിഗേഷൻസ് ഇല്ലാത്തവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ട് അത് ഒരു ക്ലീൻ ഇമേജ് സൂക്ഷിക്കുന്നവരൊക്കെ ആയിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബലാത്സംഗ കേസുകളിൽ ഈ പരാതിക്കാരികൾ 2 പേരെങ്കിലും വിവാഹിതരാണ് എന്നുള്ളതിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള സംശയം കോടതി പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഈ കേസുകളിലെല്ലാം നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എല്ലാം ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ്. അപ്പോൾ ഒന്നിലധികം ബന്ധങ്ങൾ ഉഭയസമ്മതപ്രകാരം ഇയാൾ നടത്തുന്നു എന്നുള്ളത് ഈ സദാചാരവാദപരമായ രീതിയിലേക്ക് കോടതി നോക്കുമ്പോൾ അത് നോക്കില്ലേ? സദാചാരമല്ല, അതൊരു ഇല്ലീഗലാണ്. കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തത് ഇല്ലീഗൽ മീൻസിൽ കൂടെ ആണെങ്കിൽ, അതായത് എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തെറ്റായ വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ ആ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്ത് എന്തെങ്കിലും ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് പ്രകാരമോ തെറ്റിദ്ധരിപ്പിച്ചോ ഒക്കെ ആണെങ്കിൽ അത് കൺസെന്റ് അല്ലാതാവും. അപ്പോൾ അത് റേപ്പ് എന്നുള്ള ഒഫൻസ് നിൽക്കും. പക്ഷെ അത് അങ്ങനെയാണോ അതോ സമ്മതപ്രകാരമാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്. അത് കോടതിയിൽ വിചാരണ വേളയ്ക്ക് പ്രതിക്കും കൂടി ആ ചാറ്റുകളൊക്കെ കാണിക്കാനും അത് കോടതി 2 ഭാഗവും കേട്ടതിന് ശേഷമേ കോടതി ഒരാളെ കുറ്റക്കാരനെന്ന് വിധിക്കാൻ കഴിയൂ. ആ ഒരു സ്റ്റേജിലേക്ക് നമുക്കിപ്പോൾ എത്താറായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് വേറെ ആളുകളില്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഇപ്പോഴുള്ളത്. മറ്റത് കോടതി ഒരു നിയമ കോടതി അത് എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ട് സമ്മതം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കൃത്യമായ നിർവചനത്തിലേക്ക് എത്തണം. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള സമ്മതം, ഉഭയകക്ഷി സമ്മതം ഒബ്റ്റെയിൻ ചെയ്തതാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന രീതിയിലാണ് അലിഗേഷൻസ്. അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പ്രതിക്ക് ഒരു അവകാശമുണ്ട്. ശരി, ശ്രീ സുഭാഷ് ബാബു, അവസാനമായി ഒന്നിലധികം പരാതികൾ വന്നു. ഇപ്പോൾ 3ാമത്തെ പരാതിയാണ്. ഇനിയും പരാതികൾ വന്നേക്കാം. ഇതിപ്പോൾ രാഷ്ട്രീയമായി ആരെങ്കിലും ഉപയോഗിക്കുകയാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. ഇവർക്കൊന്നും രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത് കോടതി എത്രത്തോളം പരിഗണിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല,
ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് രീതിയിലുള്ള രക്ഷാവാദം ഉപയോഗിച്ചും അദ്ദേഹത്തിന് താൽക്കാലികമായി രക്ഷപ്പെടാനുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് സ്വീകരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് അടിക്കടിക്ക് വരുന്നു. അതായത് ഈ സംഭവം ഉണ്ടായ കാലത്തൊന്നുമില്ല. അദ്ദേഹം ഒരു പദവിയിലെത്തിയതിന് ശേഷം ഇത് ഒരു പരാതിയായിട്ട് വരുന്നു. പരാതിനെ തുടർന്നിട്ട് ഓരോരോ കേസുകൾ അവസാനിക്കുമ്പോൾ ആ കേസിൽ ഉദ്ദേശിച്ച ലക്ഷ്യം പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ രാഷ്ട്രീയ പാർട്ടിക്കോ ആർക്കെങ്കിലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പുതിയൊരു കേസ് വരുന്നു. അത് കഴിഞ്ഞാൽ അതും ഫലപ്രദമായിട്ട് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചുള്ള അവർക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ, മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം വരുന്നു. അതിനെ തുടർന്നിട്ട് മൂന്നാമതൊരു കേസ് വരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ശരി, പ്രേരക ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അദ്ദേഹത്തിന് ആരോപിക്കാൻ സാധിച്ചേക്കാം. അത് എത്രമാത്രം അദ്ദേഹത്തിന് കോടതിയിൽ തെളിയിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലേ ഉന്നയിക്കുള്ളൂ. അത് സാംസ്കാരിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ശരി, രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ വാദവും പ്രധാന മുഖ്യ വാദത്തിൻ്റെ മുനകളും അതിനെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് കേസിൻ്റെ ഗൗരവവും സ്വഭാവവും നോക്കിയിട്ട് മാത്രമേ കോടതി തീരുമാനം എടുക്കുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, റിനി ആൻ, MA ഷഹനാസ്, VR അനൂപ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.